ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായി ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. രാവിലെ മുതലും വൈകുന്നേരം വരെ എന്തെല്ലാം ചെയ്യുന്നെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം കുട്ടികൾക്കൊന്നും സ്കൂളില്ല. ക്രിസ്മസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് സ്കൂൾ അടച്ചു. അപ്പം ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ഞാൻ വീട്ടിൽ പോയി ഉമ്മായി ഒന്ന് കാണാമെന്ന് കരുതി അങ്ങനെ രാവിലെ തന്നെ ചായ കുടിച്ചു, ഗ്രില്ല് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പം പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കൂടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. അപ്പം ഞാൻ രാവിലെ ചായ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇടിയപ്പത്തിനുള്ള മാവെല്ലാം കിണ്ടി വെച്ചു. അതിനുശേഷം ചായ കുടിച്ചു. ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞ് എൻ്റെ കൂടെ തന്നെ കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം സേഫായിട്ട് അടച്ചിട്ടിട്ടാണ് പോകുന്നത്. കാരണം പുറത്ത് വിട്ടിട്ട് പോകാൻ നമുക്ക് പേടിയാണ്. പട്ടികളോ വല്ല പട്ടികളോ മറ്റ് എന്തെങ്കിലുമൊക്കെ അതിനെ ഉപദ്രവിക്കുമെന്ന് എന്നാണ് നമ്മൾ പുറത്തിട്ടിട്ട് പോകാതെ ഇതിനകത്തിട്ട് നമ്മൾ അടച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ വീടിനടുത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്ന് ചെന്നിട്ട് മെയിൻ റോഡിലെത്തിയതിന് ശേഷമാണ് നമുക്ക് ഓട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇക്ക ഓട്ടം പോയതുകൊണ്ട് തന്നെ ഇക്ക ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോകാമെന്ന് കരുതി അങ്ങനെ ഓട്ടോറിക്ഷ പിടിച്ചു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഞങ്ങൾക്ക് ടാങ്ക് കലക്കി തന്നു. അപ്പം നല്ല വെയിലായിരുന്നു. ഉച്ചയല്ല, ഒരു 11:30-12 മണി സമയമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. ഞങ്ങൾ ചെന്ന് മെയിൻ റോഡിൽ നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ ഉമ്മയൊക്കെ താമസിക്കുന്നിടത്തോട്ട് പോകാൻ. അവിടെ എൻ്റെ ഉമ്മയുടെ ഉമ്മായും ആങ്ങളെയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ സ്കൂൾ അടച്ചതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളെ ഉമ്മക്ക് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ ഉമ്മയെ കാണാൻ അങ്ങോട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ നല്ല കപ്പയുണ്ടായിരുന്നു. ഉമ്മ കപ്പയും പുഴുങ്ങി നല്ല മുളക് ഉടച്ചതും ഉണ്ടായിരുന്നു. അത് കപ്പ പുഴുങ്ങി മുളക് ഉടച്ചത് എനിക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കപ്പ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ നിന്നില്ല. കപ്പ കഴിച്ചതുകൊണ്ട് വയററിഞ്ഞു. പിന്നെ ഞങ്ങൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം വൈകുന്നേരം ഉമ്മ അതാണ്ട് അടിപൊളി കിണ്ണത്തപ്പം എന്നൊക്കെ പറയത്തില്ലേ, കിണ്ണത്തപ്പം ഉണ്ടാക്കി വെച്ചു. പിന്നെ ചായയും ഇട്ടു. ചായയുടെ കൂടെ ഞങ്ങൾ തിന്ന് കിണ്ണത്തപ്പവും പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ഒരു നല്ല സ്പോഞ്ച് കേക്ക് ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. എനിക്ക് കേക്കിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ കിണ്ണത്തപ്പമാണ്. ഇതിനകത്ത് നമ്മൾ മധുരം ചേർത്ത് ശർക്കരയല്ല പഞ്ചസാര ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാനും കുട്ടികളും ഉമ്മായും എല്ലാവരും കൂടെ ഞങ്ങൾ ചായയും സ്നാക്സും എല്ലാം കഴിച്ചു. ഇതിൻ്റെ മോന് കിണ്ണത്തപ്പം വേണ്ട, കേക്ക് മതി എന്ന് പറഞ്ഞു. അവനങ്ങനെ കേക്ക് കഴിച്ചു. അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ വന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്, ആവണിഷോ റെയിൽവേ ഗേറ്റ്. അപ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഓട്ടോയിൽ വെയിറ്റിംഗായിരുന്നു. ഗേറ്റ് തുറന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രയുള്ള ബ്ലോഗ്. എല്ലാവരും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.